അങ്ങനെ ഫൈനലി ഇന്നലെയായിരുന്നു ഞാൻ ബാലൻ എന്ന ചിത്രം കണ്ടിട്ടുള്ളത്. ഈ ഒരു പടം കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു തിയേറ്ററിക്കൽ ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ പോലും കുറച്ച് ടൈമൊക്കെ എനിക്ക് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തിയേറ്റർ വാച്ചൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. ബട്ട് OTTയിൽ ഇറങ്ങുമ്പോൾ എന്തായാലും കാണണമെന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങി അന്ന് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് ഈ ഒരു ചിത്രത്തിൻ്റെ റൈറ്ററായിട്ടുള്ള ജിത്തു മാധവനെ കുറിച്ചാണ്. കാരണം പുള്ളി ഏത് മൈൻഡ് സെറ്റിലാണ് ഈ ഒരു കഥ ഈ രീതിയിൽ ഫുൾഫിൽ ചെയ്തെടുത്തതെന്നാണ് എനിക്ക് ആദ്യം ചിന്തിച്ചത്. കാരണം ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ മൊത്തത്തിൽ ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടികളൊക്കെ തന്നെ പോകുന്നത്. മലയാളത്തിൽ ഇതിനു മുമ്പ് ഈ ഒരു ടൈപ്പ് പടം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. ആദ്യമായിട്ടായിരിക്കും ഇതൊരു ഫ്രഷ് കോൺസെപ്റ്റിൽ ഒരുങ്ങുന്ന ഒരു പടമൊക്കെ തന്നെ സംഭവിക്കുന്നത്. പിന്നെ ഈ ഒരു പടത്തിൽ ഇപ്പോൾ ഒരു ചെറുപ്പകാലം ബാലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആദിശേഷൻ എന്ന് പറഞ്ഞ ആ കൊച്ചിനെക്കുറിച്ച്, കാരണം എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫേസിൽ തന്നെ പുള്ളി ആ ഒരു നിഷ്കളങ്കതയൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് അവനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം അവൻ്റെ ഒരു ആക്ടിങ്ങും അവൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും അവനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അവൻ്റെ ആക്ടിങ് ആയാലും നല്ല പീക്കിൽ തന്നെ അവൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ നായികയായിട്ടുള്ള ഫർസാന, പുള്ളിക്കാരിയും പെർഫോമൻസ്, കാരണം പുള്ളിക്കാരിയാണ് ഈ ഒരു പടത്തെ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് മൊത്തം പുള്ളിക്കാരി തന്നെയായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഇൻ്റർവെൽ ബ്ലോഗൊക്കെ ശരിക്കും ഞെട്ടി. കാരണം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫ് അതിൽ അവർ തീർത്തിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കൂടുതൽ ഇമോഷണലി സ്ലോ പേസിലായിരുന്നു കഥ പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾക്കൊരു ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ടൈം ആണെങ്കിൽ എനിക്ക് ഈ സ്ലോ പേസ് പടത്തോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബട്ട് അല്ലാത്ത ടൈമിലൊക്കെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോന്നലൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ സ്ലോ പേസ് പടത്തോടൊരു ഇതൊക്കെ തോന്നും. ഈ ഒരു പടത്തിൽ ചില ഏരിയാസിലൊക്കെ ചെറിയൊരു സ്ലോ പേസ് രീതിയിൽ പോകുമ്പോൾ ചെറിയൊരു ബോറടി വന്നെങ്കിൽ പോലും പിന്നീട് അവരുടെ ആ ഒരു ആക്ടിങ് ബേസ് ഒക്കെ തന്നെ ഈ ഒരു പടത്തെ നല്ല തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിൽ ടൊവിനോയുടെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറെ കുറിച്ച് എനിക്കൊന്നും പറയില്ല. ഫസ്റ്റ് ആദ്യം കണ്ടപ്പോൾ ടൊവിനോ എന്ന ആളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു ക്യാരക്ടർ ഏത് രീതിയിലൊക്കെ ചെയ്യും, എന്തൊക്കെ കാണിക്കും എന്നൊക്കെ അതേപടി ഒരു മീറ്റർ പോലും മാറാതെ പുള്ളി കാണുന്നത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമുക്ക് തന്നെ ഒരു ഇതെന്തൊരു ക്യാരക്ടർ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം എന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെന്നൊക്കെ തോന്നിയെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ ആ ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആ പുള്ളിക്കാരൻ്റെ ഒരു ഒറ്റ ഡയലോഗിൽ ഇയാൾ ഇത്രയും പാവമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കൊച്ചിനെ ഇത്രയും നോക്കിയല്ലോ എന്നൊക്കെ നമ്മളെ തോന്നിക്കുന്ന തരത്തിൽ കൊണ്ടുപോകും. കാരണം ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും ഓരോ മൊമെൻറ്റ്സ് ആയാലും ആക്ഷൻസ് ഒക്കെ ആയാലും പീക്കിലെത്തി എന്ന് പറയാം. ടൊവിനോ വെൽ ഡിസർവ് ആണ് ഈ ഒരു പെർഫോമൻസിൽ എന്ത് അവാർഡ് കിട്ടിയാൽ പോലും. പിന്നെ ആ ഒരു ബാലൻ കുറച്ച് വലുതായി സിനാൻ എന്ന ഒരു ക്യാരക്ടറിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വലുതായിട്ടുള്ള ഒരു കൊച്ചിനെ കാണിക്കുന്നുണ്ട്. അവനായാലും കിടിലൻ രീതിയിലാണ് അവൻ്റെ പെർഫോമൻസ് ഒക്കെ ആയാലും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എക്സ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ തന്നെ ചില മൊമെൻറ്റ്സിലൊക്കെ തന്നെ അവൻ്റെ ക്യാരക്ടറിൻ്റെ ചേഞ്ച് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർ എവിഡൻ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് വില്ലനായിട്ടുള്ള ലാൽ ജൂനിയർ, പുള്ളിക്കാരൻ പക്കാ വില്ലൻ എന്ന് പറഞ്ഞാൽ പക്കാ വില്ലൻ. ആ ഒരു മീറ്ററിൽ നിന്ന് പുള്ളി മാറത്തില്ല. പുള്ളിയെ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. ആ രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു കിടിലൻ പരിപാടിയൊക്കെ ആയിട്ട് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പുള്ളിക്കാരൻ ഒരു വേൾഡ് ക്ലാസിക് മൂവി സ്റ്റൈലാണ് ഈ ഒരു പടത്തിന് വേണ്ടി പിടിച്ചുള്ളത്. ഒരു ഫ്രെയിം ഇല്ല കൊള്ളത്തില്ലെന്ന് പറയാനുള്ളത്. കാരണം ഓരോ ഫ്രെയിം ആയാലും ഷോട്ട് ആയാലും കളർ ഗ്രേഡിങ് ആയാലും ലൈറ്റിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം ടോപ്പിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു ചെറിയ സ്മോൾ ബഡ്ജറ്റ് പടമാണ് തോന്നുമെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുള്ള പടമാണ്. എക്സ്പെഷ്യലി പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ഡിസൈനിങ് ഒക്കെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ ചിത്രത്തിൻ്റെ ടീമായാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പടത്തിന് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും കിട്ടിയില്ലെന്ന്. പക്ഷേ ഇതുപോലുള്ള ഒരു പടത്തിന് കിട്ടാവുന്നത് വെച്ച് അത്യാവശ്യം മികച്ചൊരു കളക്ഷൻ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ പലവരും കണ്ടിട്ടുള്ളൂ. അത്യാവശ്യം 18 കോടി രൂപ ബഡ്ജറ്റ് വന്ന ചിത്രത്തിന് ഏകദേശം ഒരു 35 കോടി രൂപ റേഞ്ചിലായി കളക്ട് ചെയ്ത് ബ്രേക്ക് ഇവനൊക്കെ ക്രോസ് ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു പടവും കൂടെയായിരുന്നു. പിന്നെ ഈ ഒരു പടത്തിൽ പറയാൻ ബാക്കി വെച്ചുള്ള മറ്റ് ഒരു 2 കാര്യമായിരുന്നു. ഒന്ന്, ഈ ഒരു പടത്തിലെ കാസ്റ്റിംഗ്. ഈ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു പടത്തിന് വലിയൊരു നെടുന്തൂണായി നിന്നൊരു പരിപാടിയില്ലേ. ഒപ്പം തന്നെ അവരുടെയൊക്കെ ആ ഒരു കാസ്റ്റിങ്ങിലും ആ ഒരു പെർഫോമൻസ് പീക്കി കൊണ്ടുവരാൻ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പെഷ്യലി ഈ ഒരു പടത്തിലെ ക്ലൈമാക്സ് കൊണ്ടാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുമ്പോൾ ഇതിനി എങ്ങനെ അവർ തീർക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ശരിക്കും ഞെട്ടിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. മിക്ക സിനിമകളിലെയും ഒരു ക്ലൈമാക്സ് ഒക്കെ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യും ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരൊറ്റ വാക്കിന് പുറത്ത് ഒരു ക്ലൈമാക്സ് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബ്രില്യൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, റൈറ്ററിൻ്റെയും ഡയറക്ടറുടെയും. കാരണം ഡയറക്ടറിൻ്റെ ആ രീതിയിലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലിലായിരുന്നു ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് അതിൽ തീർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടത്തിൽ ഇത് സ്പോയിലർ ആകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിർത്താം. കാരണം ഒരു സീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു പടത്തിൽ ടൊവിനോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ട്. അതിൽ ആ ഒരു കൊച്ച് ഓടിപ്പോയി ഒരു താക്കോല് എടുക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഇടിച്ചിരുന്ന എനിക്ക് ഏകദേശം മനസ്സിലായി ആ ഒരു താക്കോലെടുത്ത് പുള്ളിയുടെ കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടിപ്പിക്കൽ സിനിമയിലൊക്കെ ആണെങ്കിൽ അത്
എന്നെ അഴിച്ച് രക്ഷപ്പെടുന്ന സീനും കൂടെ കാണിക്കും. ഞാൻ മിക്കവാറും അത് കാണുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബട്ട് പണ്ടത്തെ സിനിമകളിലായിരുന്നു ഒരു സ്പൂൺ ഫീഡിങ് പരിപാടികളൊക്കെ തന്നെ വെച്ചിട്ടുള്ളത്. ബട്ട് ഈ ഒരു സിനിമയിൽ ഒന്നെങ്കിൽ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ഔട്ടിൽ. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിൽ നിന്നായാലും പുള്ളിക്ക് രക്ഷപ്പെടാനുള്ള പഴുതായാലും ആ ഒരു കൊച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നുകൂടെ പറയുകയാണ്, ഈ ഒരു പടത്തിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പടത്തിന് ഭയങ്കര രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ആയി തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു ക്രാഫ്റ്റിനെ എത്തിക്കുക എന്നുള്ളത്. എന്തായാലും ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.